നമസ്കാരം. ആദ്യമേ തന്നെ നമുക്ക് ചെണ്ടമേളത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? എന്റെ അമ്മോ, എന്നെ അടിയാ സൂര്യ. ഈ പറഞ്ഞ T20 എന്ന് കേൾക്കുമ്പോ സൂര്യക്ക് പ്രാന്താണ്, സ്കൈക്ക് പ്രാന്താവും. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി അടി അടിച്ച് റൊട്ടിയാക്കി സൗത്ത് ആഫ്രിക്കയില്. കഴിഞ്ഞ കളി ജയിച്ചു, അതിന്റെ പ്രതികാരം അല്ലെങ്കിൽ അതിന്റെ ഒരു പകരം വീട്ടിലായിരുന്നു ഇന്നത്തെ കളി. പകരം വീട്ടിൽ ഏതാണ്ട് 106 റൺസിനാണ് ഇന്ത്യ ഓൺ സൈഡഡ് ആയിട്ട് ജയിച്ചത്. ഓൺ സൈഡ് സൂര്യകുമാർ യാദവിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ക്ലാപ്പ് ചെയ്തേ പറ്റുള്ളൂ. കാരണം വൺഡേയിലാവുമ്പോൾ ഒരു തികച്ചു വ്യത്യസ്തനായ ഒരു ബാറ്റ്സ്മാനായി മാറും. എപ്പോഴും വേണം ഔട്ട് ആവാം എന്നുള്ള രീതിയിൽ വൺഡേയിലും ഈ പറഞ്ഞ T20 എന്ന് കേൾക്കുമ്പോൾ പ്രാന്താവുന്ന, വട്ടുപിടിക്കുന്ന, കലിമൂത്ത് നിൽക്കുന്ന ഈ നിഷ്പ്രയാസം ബൗളേഴ്സും അതിനെ തലങ്ങും വിലങ്ങും അടിക്കുന്ന സൂര്യകുമാർ യാദവിനെയാണ് കണ്ടത്. ഇന്ന് സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് കണ്ട് നമുക്കൊരു കാര്യം വ്യക്തമാണ്. എന്ന് എല്ലാ പ്രാവശ്യത്തെ പോലെ ബാറ്റിംഗ് ഇല്ല. ഇന്ന് പല ഷോട്ടുകളും റെഗുലർലി യൂസ് ചെയ്യാത്ത പല ഷോട്ടുകൾ ഇന്ന് കളിച്ചു. അടിപൊളിയാണ്. അല്ല പണ്ടൊക്കെ നമ്മളെ മുമ്പ് കാണുന്നതൊക്കെയാണ് എപ്പോഴും ലെഗ് സൈഡിലോട്ട് ഈ പറയുന്ന തലയ്ക്ക് മേകളിലോട്ടുള്ള ഷോട്ടുകൾ കൂടുതൽ അവൻ എന്ത് ശ്രമിക്കും, അതിനു വേണ്ടി ട്രൈ ചെയ്തോണ്ട്. ഇന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല. ഇന്ന് അത് അങ്ങനെ ഷോട്ട് അടിച്ചുവെങ്കിലും ഇന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യാത്ത ഷോട്ടുകളെല്ലാം സൂര്യകുമാർ യാദവ് ഇന്ന് അടിച്ചു. അത് ഫ്രണ്ട് ഫുട്ട് കയറിയിട്ട് ഫ്ലിക്ക് ചെയ്ത് അവിടെ അടിക്കുന്നത് അങ്ങനെ എപ്പോഴും കളിക്കുന്നതല്ല. അങ്ങനെ പലതരത്തില് ഇന്നത്തെ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ പറയാതിരിക്കും, യാത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഈ പറഞ്ഞ സൗത്ത് ആഫ്രിക്കക്കാരൻ നമിച്ചു. അണ്ണാ നീ എങ്ങനെയെങ്കിലും ഒന്ന് ഔട്ടായി പോകണം എന്നുള്ള രീതിയിലായിരുന്നു സൂര്യകുമാർ. ആ രീതിയിലാണ് ചിരിച്ചുകൊണ്ട്. സൂര്യകുമാർ യാദവിന്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ്. അവൻ ചിരിച്ചുകൊണ്ടിരിക്കുള്ളൂ. എത്ര അടി അടിച്ചാലും എതിർ ടീം അടിച്ചാലും പോലും ചിരിക്കും. അവ ഒരു 6 അടിച്ചാലും ഇങ്ങനെ കണ്ണു തള്ളും, അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ വളരെ കൂളായിട്ട് നിന്നുകൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ച് റൊട്ടിയാക്കിയാല് സൗത്ത് ആഫ്രിക്കയില് ഇന്ത്യ 201 റൺസ് അടിച്ചു. 201 റൺസ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 201 റൺസ് അടിച്ചു. അതിൽ ജയ്സ്വാൾ 41 ബോളിൽ നിന്ന് 60. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് 56 ബോളിൽ നിന്ന് 100 റണ്ണ്. നാലാമത്തെ സെഞ്ചുറി പിറന്നു. പിന്നീട് സ്കൈയുടെ T20 നാലാമത്തെ സെഞ്ചുറി. 7 4ഉം 8 6. മനസ്സിലായി, 7 4ഉം 8 6ഉം അടിച്ചു. അതിന് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക 95 ബോളിൽ 95 റൺസ് എടുത്തുകൊണ്ട് 10 വിക്കറ്റ് നഷ്ടമായി. കുൽദീപ് യാദവിന്റെ T20 ഏറ്റവും ബെസ്റ്റ് ഫിഗറായി 5 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 17 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് വെറും 2.5 ഓവറിൽ 3 ഓവർ തികച്ചിറങ്ങില്ല. അപ്പൊ തന്നെ 5 വിക്കറ്റ് എടുത്തു. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഈ പറയുന്ന സ്പിന്നേഴ്സിന് ഈ പറഞ്ഞതുപോലെ വിക്കറ്റ് കിട്ടിയത്. നമ്മൾ ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ സ്പിന്നേഴ്സിന് അവിടെ വിക്കറ്റേ കിട്ടാറില്ല. വളരെ 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 വിരളമായി മാത്രമേ വിക്കറ്റ് കിട്ടാറുള്ളൂ. വളരെ വിരളമായി മാത്രമേ വിക്കറ്റില്ല കിട്ടുന്ന ഈ പിച്ചിൽ. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു കളി മാത്രമേ ഈ പറയുന്ന സെക്കൻഡ് ബാറ്റിംഗ് ഇത്രയും ഈ തകർന്നടിഞ്ഞത്. ബാക്കി എല്ലാ കളികളിലും ഈ സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുന്നവരും ചേസ് ചെയ്ത് ജയിക്കും. 200 അവരവിടെ ചേസ് ചെയ്ത് സുഖമായിട്ട് ജയിക്കുന്ന പിച്ചാണ്. എന്തെന്നറിഞ്ഞില്ല ഇന്നതാ ഈ പറഞ്ഞ ഇന്ത്യയുടെ ബാറ്റിംഗ് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് തുടങ്ങിയ ആ സമയം തൊട്ട് ജഡേജയൊക്കെ ബോൾ പോയ പോക്ക് കണ്ടു. ജഡേജയൊക്കെ ബോളൊക്കെ എന്ന് പറഞ്ഞാൽ അൺപ്ലേയബിൾ ആയിരുന്നു. അത്രയ്ക്ക് വലിയൊരു ടേൺ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എങ്ങനെയാ പിച്ചിൽ കിട്ടിയെന്ന് വെച്ചാൽ ഒരു പിടുത്തവുമില്ല. അത്രയ്ക്ക് അമ്മാതിരി ടേൺ. അതുകൊണ്ടാണ് 2.5 പിന്നീട് ബോളുകൾ എറിഞ്ഞുകൊണ്ട് തന്നെ വെറും 5 വിക്കറ്റുകൾ, അവരുടെ പകുതിയോളം വിക്കറ്റുകൾ കുൽദീപ് നേടിയെടുത്തു. കുൽദീപിന്റെ പിന്നെ ബെസ്റ്റ് ഫിഗറാണ് T20. മനസ്സിലായോ? എറിയുന്ന വിക്കറ്റ് കിട്ടുന്നു, എറിയുന്ന വിക്കറ്റ് കിട്ടുന്നു എന്നുള്ള 2.5 പറഞ്ഞ 18 12ഉം 5ഉം 17 ബോള്, വെറും 17 ബോൾ എറിഞ്ഞുകൊണ്ടാണ് അതിലെ 5 വിക്കറ്റ് തള്ളിയിടുന്നത് കുൽദീപ്. സംഭവിച്ചപ്പോൾ അതുപോലെ തന്നെ ജഡേജയും 2 വിക്കറ്റ് തള്ളിയിട്ട് 1 വിക്കറ്റ് ആ പ്രാന്തം കൊടുത്തില്ല. DRS അപ്പൊ ഇല്ലാത്തത് കൊണ്ടല്ല ഡേവിഡ് മില്ലർ ഇതിനു മുമ്പേ പോകാളായിരുന്നു. കുൽദീപും ജഡേജയും വന്ന് എറിഞ്ഞ് അവർക്ക് തൊടാണെന്ന് അവരെ കുറ്റം ചെയ്യില്ല. അത്രയ്ക്ക് പിച്ച് ടേൺ ആവുന്നുണ്ട്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടേൺ ആയിരുന്നു ഇന്ത്യൻ പിന്നെ സ്പിന്നേഴ്സിന് കിട്ടിയത്. ബൗളർമാരും ഫാസ്റ്റ് ബൗളർമാരും നല്ല രീതിയിൽ എറിഞ്ഞു. പറഞ്ഞ ഈ മെയ്ഡൻ എറിഞ്ഞുകൊണ്ടാണ് ആര് തുടക്കമിട്ടത്? ഈ പറഞ്ഞ നമ്മുടെ സിറാജ് തുടക്കമിട്ടത്. ഫസ്റ്റ് ഓവർ തന്നെ മെയ്ഡൻ. അതായത് ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഇന്ത്യ തലങ്ങും വിലങ്ങും ബൗളേഴ്സിന് ബോൾ എറിയാൻ തന്നെ പേടിയായിട്ടിരുന്ന പിച്ചിൽ ജസ്റ്റ് അവന്മാർ അങ്ങോട്ട് പോയി ഫസ്റ്റ് ഇന്നിംഗ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നേരെ തിരിഞ്ഞത് ഈ ബൌളിംഗ് പിച്ച് ആയതുപോലെ. അത് ഈ പറയുന്ന ആരാണ്, പേസ് ബോളർ ആയിക്കോട്ടെ പിന്നെ സ്പിന്നേഴ്സിന് ആയിക്കോട്ടെ, രണ്ടുപേർക്കും നല്ല രീതിയിൽ തുണച്ചു എന്നുള്ളതാണ്. ഇതുവരെ കേട്ട പിച്ചിൽ കാണാത്ത രീതിയിലുള്ള സംഭവങ്ങൾ. പിച്ച് റിപ്പോർട്ടൊക്കെ പലപ്പോഴായിട്ട് നമുക്ക് എന്തൊരു പിച്ച് റിപ്പോർട്ട് എന്ന് കരുതി പോകുന്ന പിച്ച് റിപ്പോർട്ടുകളായിരുന്നു. മനസ്സിലായോ? എന്തായാലും അമ്മാതിരി കളിയാണ് ഇന്ത്യ കളിച്ചിരിക്കുന്നത്. അടിച്ച് റൊട്ടിയാക്കിയിട്ടുണ്ട്. ജയ്സ്വാളും ഈ പറഞ്ഞ 2 വിക്കറ്റുകൾ പോയത് തുടക്കം പോയ ഗില്ല് സത്യം പറഞ്ഞ ഔട്ടല്ലായിരുന്നു.
ഗില്ല് സത്യം പറഞ്ഞാൽ ഔട്ടല്ലായിരുന്നു. എന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഗില്ല്. ഔട്ട് അല്ലായിരുന്നു. അവൻ അപ്പീൽ കൊടുത്തില്ല. അപ്പീൽ കൊടുത്തു ഔട്ടല്ല. അവന് നല്ലൊരു ഇന്നിങ്സ് വരാനുള്ളതായിരുന്നു. അതുപോലെ തന്നെ എന്റെ ഒപ്പണനായിട്ട് വന്നവന്റെ ക്യാപ്റ്റൻ ആരെന്നറിയാമോ? അത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ ജയിക്കാനാണ്? എന്റെ ക്യാപ്റ്റൻ മാർക്കായിരുന്നു. രക്ഷയില്ല. സൂര്യകുമാർ യാദവ് ആണ് എന്റെ ഒപ്പണന്റ് ക്യാപ്റ്റനായി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇന്ന് 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് പൊട്ടലൊക്കെ ഉള്ളത് തന്നെ. നമ്മള് 2 കളി ജയിക്കും, ഒരു 3 കളി നമ്മൾ പൊട്ടുമ്പോൾ നമ്മൾ 3 കളി തുടർച്ചയായിട്ട് ജയിച്ചിരിക്കും. അത് വേറെ കേസ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് താഴെയുണ്ട്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമുക്ക് പൊളിക്കാം എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ മധുര പ്രതികാരം വിട്ട് അങ്ങനെ 3 കളികളുള്ള T20യിൽ ഇന്ത്യ 1-1 തുല്യം. ഇപ്പൊ രണ്ടുപേരും കൂടി ട്രോഫി ഷെയർ ചെയ്തെടുക്കും. മനസ്സിലായി? അങ്ങനെ ഒട്ടും കൊണ്ടുപോകണ്ട എന്നുള്ള രീതിയിൽ സൂര്യകുമാർ യാദവിന്റെ മാരക പ്രകടനം, അൺബിലീവബിൾ പ്രകടനം. ഈ പറയുന്ന സൗത്ത് ആഫ്രിക്ക ഒന്നാമത് ഈ പറഞ്ഞ T20 കേൾക്കുമ്പോൾ സൂര്യകുമാറിന്റെ ഭ്രാന്താണ്. അതിനപ്പുറം സൗത്ത് ആഫ്രിക്ക കേൾക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ഏത് T20 ഇറങ്ങിയാലും അവന് 50 ഗോൾ അടിച്ചിരിക്കും. ആ ഒരു ലെവലാണ്. സൂര്യകുമാർ യാദവിന്റെ അടി കണ്ട് അല്ലെങ്കിൽ തലങ്കമ്പിലേക്ക് സ്റ്റേഡിയം എല്ലാം ഒന്ന് നിശബ്ദരായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതല്ലേ? സ്റ്റേഡിയത്തെല്ലാം 4 സൈഡിൽ കൂടി പുഷ്പം പോലെ പുഷ്പം പോലെ സൂര്യകുമാർ യാദവ് അടിച്ചകറ്റിയത് ബൗളേഴ്സിനെ. ഫ്ലിക്ക് ചെയ്തതിന് 6 ജസ്റ്റ് ഫ്രണ്ട് ഫുട്ട് ഇറങ്ങിയ ജസ്റ്റ് ഒരു ഫ്ലിക്ക് ചെയ്യുമ്പോൾ അത് തന്നെ 6 പോകുന്ന ഒരു അവസ്ഥയായിരുന്നു കണ്ടത്. അതിനുശേഷം ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ കണ്ടത് ചെയ്ത് ഈ പിച്ചിൽ തന്നെയാണോ ഇന്ത്യ ഇത്രയും റൺസ് അടിച്ചു വെച്ചതെന്ന് ചിന്തിച്ചു പോയി. മനസ്സിലായില്ലേ? സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തപ്പോൾ ഈ പിച്ചിൽ തന്നെയാണോ ഇന്ത്യ ഇത്രയും റൺസ് അടിച്ചു വെച്ചതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പെട്ടെന്ന് അതായത് ലൈറ്റ് വന്നതിന് ശേഷം അണ്ടർ ലൈറ്റിൽ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പിച്ച് ടേൺ ആവുകയും ബോൾ ടേൺ ആവുകയും പേസർക്ക് ഈ പറയുന്ന സ്വിംഗ് കിട്ടുകയൊക്കെ ചെയ്തു. സിറാജിന്റെ ബോളൊക്കെ കണ്ടത് നല്ല രീതിയിൽ സ്വിംഗ് കിട്ടി. വിക്കറ്റ് കിട്ടാത്തത് മാത്രം ഈ പറഞ്ഞ എപ്പോഴും അടിവാകുന്ന കുൽദീപ് ഈ പറയുന്ന ഹർഷദീപ് സിംഗ് പറയുന്ന ഇറങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇത് എല്ലാവരും പറഞ്ഞു എന്തുകൊണ്ടും ഇന്ത്യ നല്ല രീതിയിൽ രാജാവിനെ പോലെ തന്നെ ജയിച്ചിട്ടുണ്ട്, വീരോചിതമായി ജയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സൗത്ത് ആഫ്രിക്ക 8 നിലയിൽ പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വെൽ ഡൺ ഇന്ത്യ. ഇനി അടുത്ത ഓൺ ഡേ നമുക്ക് ആ ഓൺ ഡേയിൽ വീണ്ടും കാണാം. നമുക്ക് വീണ്ടും കാണണം. ജയ് ഹിന്ദ്.